ചെയ്യുന്നവരുണ്ട്. നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ദൈവിക ദൂത് യോന പ്രവചനത്തിൽ നിന്നുമാണ്. യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അതിനകത്തെ ഒരു വാക്ക്, ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ ഈ മോർണിംഗ് ഡിവോഷനിൽ ആഗ്രഹിക്കുന്നത്. യോന പ്രവചന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം ഞാൻ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണമേ. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ, ആമേൻ. നാം വായിച്ച വചനം നമുക്ക് വളരെ സുപരിചിതമാണ്. യോന പ്രവാചകനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. യോനയോട് ദൈവം പറഞ്ഞ വാക്കിനെ ആദ്യത്തിങ്കിൽ യോന അനുസരിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യോനയോട് ദൈവം മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യോന ആ വാക്കിനെയൊക്കെ കാര്യമാക്കാതെ തർശീശിലേക്ക് പോയി. തുടർന്ന് സംഭവിച്ച വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ യോന തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ജനം അനുദപിച്ചു. അവർക്ക് ദൈവം ഒരു ക്ഷമ, കരുണയുള്ള ദൈവം ഒരു ക്ഷമ ആ ജനത്തിന് നൽകുവാൻ ഇടയായി തീർന്നു. ആയതിനെ തുടർന്ന് യോന കോപിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൽ കീഴെ തണലിൽ പാർത്തു. ഓക്കെ, ഈ ഭാഗങ്ങൾ നമുക്കറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. വേഗത്തിൽ ആ പോയിന്റിലേക്ക്, വചനത്തിന്റെ ആ മെയിൻ ഭാഗത്തേക്ക് ഇന്ന് വരട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യോനയെ അവന്റെ സങ്കടത്തിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ഇന്ന് പ്രഭാതത്തിൽ ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പങ്കുവെക്കാൻ എൻ്റെ ഉള്ളിൽ തന്ന ദൂത് ഇതാണ്: നിങ്ങളുടെ സങ്കടത്തിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് തണലായിരിക്കുവാൻ ചിലതിനെ കൽപ്പിച്ചാക്കാൻ പോകും. ചിലതിനെ കൽപ്പിച്ചാക്കും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ യോനയെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ഭക്തനെ, ദൈവത്തിന്റെ ഭക്തയെ, കർത്താവിന്റെ ദാസനെ, ദാസിയെ, ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യം എന്താണോ, ഇന്ന് നീ കടന്നു പോകുന്ന സങ്കടം ഏതാണോ, ആ സങ്കടം ഒരുപക്ഷെ രോഗമാകാം, ഒരുപക്ഷെ കടമാകാം, ജോലിയിലെ പ്രശ്നമാകാം, വിസയുടെ വിഷയമാകാം, തലമുറയുടെ കാര്യത്തിലാകാം, ശുശ്രൂഷയ്ക്കകത്തെ ഭാരങ്ങളാകാം, സഭയിലെ വിഷയങ്ങളാകാം, എന്തുമാകട്ടെ, ഇന്ന് നീ കടന്നു പോകുന്ന സങ്കടത്തിനകത്തു നിന്നും നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയതുപോലെ ചില സൊല്യൂഷനുകൾ നിനക്കൊരു തണലായിരിക്കേണ്ടതിന്, നിന്റെ തലയ്ക്കുമീതെ ഒരു തണലായി പൊങ്ങേണ്ടതിന്, നിന്റെ ഇന്നത്തെ സങ്കടത്തിനകത്തുനിന്ന് നിന്നെ വിടുവിക്കേണ്ടതിന് ദൈവം ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കുക. അതായത് ഇപ്പോ വരെ അതില്ല, എന്നാൽ കർത്താവ് ഇപ്പോൾ അതിനെ കൽപ്പിച്ചുണ്ടാക്കുക. നിനക്ക് വേണ്ടി ചിലത് ഉണ്ടായി വരാൻ പോവുക. എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാ. ഇന്നലെ വരെ നിന്റെ തലയ്ക്ക് മീതെ അതില്ല എങ്കിൽ ഇന്ന് പകൽ ഉളവാകു എന്ന വചനത്താൽ സകലത്തെയും ഉളവാക്കിയ ദൈവം അവന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടത്തിനകത്തു നിന്ന് നിന്നെ വിടുവിപ്പാൻ ദൈവം ചിലതിനെ കൽപ്പിച്ചു
കൽപ്പിച്ചുണ്ടാക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. അത് ആമേൻ 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 ആമേൻ. ഇന്ന് സങ്കടത്തോടെ, ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഒരു കരം പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി എന്റെ സങ്കടത്തിനകത്ത് ദൈവിക സൊല്യൂഷൻ വെളിപ്പെടണം, എന്റെ മാറയ്ക്കകത്ത് ഒരു മധുരം വെളിപ്പെടണം, എന്റെ രട്ടി അഴിയണോ, എന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണോ, എന്റെ വിസയുടെ വിഷയത്തിൽ, എന്റെ രോഗ വിഷയത്തിൽ, എന്റെ കുടുംബത്തിൽ, ശുശ്രൂഷയിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാണോ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യോനയെ അവന്റെ സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം ആമേൻ ആമേൻ അവന്റെ തലയ്ക്ക് തണലായി, അവന്റെ തലയ്ക്ക് തണലായി, തണലായി, അവന്റെ തലയ്ക്ക് തണലായി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കൊടും വെയിലിൽ അവൻ അത്യുഷ്ണം നിന്നെ വാട്ടിക്കളയാതിരിക്കേണ്ടതിന്, നീ ആ ചൂട് നിമിത്തം, ആ അത്യുഷ്ണം നിമിത്തം, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ ചൂട് നിമിത്തം നീ വാടിപ്പോകാതിരിക്കേണ്ടതിന്, നിന്റെ തലയ്ക്ക് തണലായിരിക്കാൻ ദൈവം ചിലതിനെ കൽപ്പിച്ച്, ദൈവം ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുക, അത് സംഭവിക്കുന്നു. ദൈവവചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന യഹോവയുടെ ശക്തിയേറിയ ദൂതന്മാർ ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ എത്ര പേർ പറയും, അപ്പാ എനിക്ക് അത് ആവശ്യമുണ്ട്, എനിക്കത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന സങ്കടത്തിനകത്തു നിന്നും എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ആമേൻ 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 എൻ്റെ തലയ്ക്ക് തണലായി ദൈവമേ നീ ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കണമേ, നീ ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ ആമേൻ ആമേൻ. അവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അവർ ദൈവത്തെ വാഴ്ത്തിയാട്ടെ, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ ആമേൻ. ചിലത് സംഭവിക്കുക, അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചെന്ന, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. അവന്റെ വചനം പുറപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ ആമേൻ 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 നിങ്ങളുടെ സങ്കടത്തിനകത്ത് നിങ്ങൾക്ക് തണലായിരിക്കാൻ നിങ്ങളുടെ തലയ്ക്കു മീതെ ദൈവം ചിലതിനെ കൽപ്പിച്ചുണ്ടാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഇവരുടെ മേൽ വെളിപ്പെടട്ടപ്പാ. ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾക്കകത്താണോ ഇവർ ഇപ്പോൾ കടന്നു പോകുന്ന ആ സർക്കംസൻസ് ഏതാണോ അതിനകത്ത് ഇവരുടെ തലയ്ക്കു മീതെ ഒരു തണലായിരിക്കാൻ ദൈവം ചിലതിനെ കൽപ്പിച്ചാക്കുന്നതിനാൽ നന്ദി പറയുന്നു. അടുത്തത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അത് അവന്റെ തലയ്ക്കു മീതെ തണലായി തീർന്നു. ആ തണൽ ആ കൊടും വെയിലിൽ അവൻ വാടിപ്പോകാതെ തളർന്നു പോകാതിരിപ്പാൻ ഒരു തണലായി അവന്റെ തലയ്ക്കു മീതെ അത് വെളിപ്പെട്ടതുപോലെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊടും വെയിലിനകത്തായിരിക്കാം, ഭയങ്കര ചൂടിനകത്തായിരിക്കാം, അത്യുഷ്ണത്തിലായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിലായിരിക്കാം. എന്താണോ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു സൊല്യൂഷൻ അതിനകത്ത് കൊണ്ടുവരിക. അത് നിങ്ങളെ വാട്ടിക്കളയത്തില്ല, അത് നിങ്ങളെ വാട്ടിക്കളയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളെ വാട്ടിക്കളയത്തില്ല. നിങ്ങളുടെ രോമത്തിന് പോലും കേടുവരാത്ത രീതിയിൽ നിങ്ങളെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തണലായിരിക്കാൻ, ആ പ്രതികൂലത്തിനകത്തൊരു തണലായിരിക്കാൻ. ഈ സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എൻ്റെ കൺമുമ്പിലേക്ക് കർത്താവ് ഒരു കാഴ്ച കൊണ്ടുവരുന്നത്, ഈ ഒരു ഭയങ്കര വെയിലുണ്ട്, പക്ഷേ ഒരു ചെടിയുടെ വലിയൊരു വൃക്ഷത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ വലിയ ചൂട് അനുഭവിക്കുന്നില്ല, വലിയ തണല് അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് അനുഭവിക്കുന്നത് പോലെ. അതല്ലെങ്കിൽ ഒരു കുട ഒരു മനുഷ്യന്റെ തലയ്ക്ക് മീതെ വിടർത്തി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ചുറ്റുപാട് ഭയങ്കര ചൂടും ആമയൊക്കെയാണ്, പക്ഷേ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഒരു കുട വിടർത്തി വെച്ചാൽ എങ്ങനെയുണ്ട്? ഭയങ്കര മഴ പെയ്യുകയാണ് പക്ഷെ ഒരു കുട നിങ്ങളുടെ തലയ്ക്ക് മീതെ വിടർത്തി വെച്ചാൽ എങ്ങനെയുണ്ട് എന്നതുപോലെ നിങ്ങൾ ചിലത് അനുഭവിക്കാൻ പോവാണ്. എന്നതുപോലെ ദൈവിക പ്രസൻസും, എന്നതുപോലെ ദൈവിക കാവലും, എന്നതുപോലെ ദൈവിക തണലും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ദൈവം ആ ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, എന്നിട്ട് അടുത്തത് അത് അവനു മീതെ വളർന്നു പൊങ്ങി. ഇന്ന് കൽപ്പിക്കുക, ദൈവം അത് കൽപ്പിക്കുക, ഇന്ന് അത് വളർന്നു പൊങ്ങും. ഇന്ന് ആമേൻ നിങ്ങളുടെ വിഷയത്തിനകത്ത് വേണ്ട ചില സൊല്യൂഷനുകൾ കർത്താവ് ചെയ്യും. അടുത്തത്, യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അതേ ഒരു സന്തോഷം നിങ്ങളുടെ അത്യുഷ്ണത്തിൽ,
നിങ്ങളുടെ കൊടുംവെയിലിൽ ആമേൻ 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 നിങ്ങൾ വാടിപ്പോകാതെ അതിനകത്തൊരു സന്തോഷിക്കണം. അതിനകത്ത് നിങ്ങൾക്കൊരു സന്തോഷം, ആമേ, അതിനകത്ത് നിങ്ങൾക്കൊരു സന്തോഷം. ആ സന്തോഷം തരുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ആമേൻ, സ്തോത്രം. ആമേ, പ്രതികൂലങ്ങൾക്കകത്തും നിങ്ങൾക്ക് ഒരു വിടുതലിൻ്റെ സാക്ഷ്യം. ആമേൻ ആമേ, രോഗത്തിനകത്തും ആമേ രോഗം ദീനത്തിനായിട്ടല്ല, അല്ല, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് എന്ന് പറയുന്ന ഒരു സാക്ഷ്യം. അവ പ്രതികൂലങ്ങൾക്കകത്തും സന്തോഷത്തിന്റെ ഒരു അനുഭവം ദൈവം തരാൻ പോകുന്നു. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, യോന അത് നിമിത്തം സന്തോഷിച്ചു. അപ്പോൾ ഒരു സൈഡിൽ പ്രതികൂലമുണ്ട്, ഒരു സൈഡിൽ അത്യുഷ്ണമുണ്ട്. എന്നാൽ അത് നിന്നെ വാട്ടാതെ നിന്റെ തലയ്ക്ക് മീതെ തണലായി ദൈവം ചിലതിനെ കൽപ്പിച്ച് ആക്കും എന്ന് മാത്രമല്ല, ആ പ്രതികൂലങ്ങളുടെ നടുവിലും ഭയങ്കര ഒരു സന്തോഷം ദൈവം നിനക്ക് തരാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? യോന അത് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അതെ, അത്യന്തം ഒരു സന്തോഷം. ആമേൻ ആമേൻ ആമേൻ. ചില കുടുംബങ്ങൾക്കകത്ത്, വ്യക്തി ജീവിതങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് നൽകുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് അങ്ങയുടെ ജനത്തോട് കൈമാറിയ ദൈവിക ദൂതിനായി നന്ദി പറയുന്നു. യോനയുടെ തലയ്ക്കു മീതെ ആമേൻ ആമേൻ ആമേ ആമേ തണലായി ആവണക്കിനെ ദൈവം കൽപ്പിച്ചുണ്ടാക്കി. ആമേൻ, അവന്റെ സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ, അവൻ കടന്നു പോകുന്ന ആ സങ്കടം, ആ സാഹചര്യത്തിൽ അവന് വിടുതലായിരിക്കാൻ അവന്റെ തലയ്ക്ക് തണലായി ദൈവം ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയതുപോലെ ഇന്ന് അങ്ങയുടെ ജനം കടന്നു പോകുന്ന ഏത് സങ്കടമാണോ, ആ സങ്കടത്തിനകത്തു നിന്നും ഇവരെ വിടുവിപ്പാൻ തക്കവണ്ണം ഇവരുടെ തലയ്ക്ക് തണലായി ദൈവം ചിലതിനെ കൽപ്പിച്ചാക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ ആമേൻ ആമേൻ. യോന അത് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഒന്ന് കൽപ്പിച്ചാക്കി, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു അത് വളർന്നു പൊങ്ങി. ഒന്ന് ദൈവം കൽപ്പിച്ചു, രണ്ട് അങ്ങനെ സ്ഥാപിതമായി, അങ്ങനെ സംഭവിച്ചു. ആവണക്ക് വളർന്നു പൊങ്ങി. മൂന്ന് അത് നിമിത്തം അവൻ അത്യന്തം സന്തോഷിച്ചു. ഇന്ന് അങ്ങയുടെ ജനം ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ ഇവരുടെ തലയ്ക്ക് തണലായി ദൈവം ചിലതിനെ കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അത് വളർന്നു പൊങ്ങട്ടെ. അത് നിമിത്തം ഇവർക്ക് ഒരു സന്തോഷമുണ്ടാകട്ടെ. സ്വർഗം അത് ചെയ്യുകയാൽ നന്ദി, അത് സംഭവിച്ചിരിക്കാൻ നന്ദി. അതിന്റെ സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ.